ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നതെന്ന് പറയുന്നത് അനുപമ അർജുനും അമ്പാടിയും സംസാരിക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അല്ലെ. അർജുനും അമ്പാടിയും സംസാരിക്കുന്നത് അഞ്ജലിക്ക് പണം ഈ 12 ലക്ഷം രൂപ ഉണ്ടാക്കി എങ്ങനെ കൊടുക്കും എന്നതിനെ പറ്റിയൊക്കെയായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും വലിയൊരു തുകയാണ്, അത് ലോൺ എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല എന്ന രീതിയിലാണ് അർജുൻ അമ്പാടിയോട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ലോൺ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് അമ്പാടിയും അർജുനും കൂടി പോകുന്ന ഒരു സീനായിരുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അനുപമയുടെ സീനോട് കൂടിയിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് അല്ലെ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡും അനുപമയുടെ ആ ദുഷ്ട ചിന്തകളും മനസ്സിലിരിപ്പും പുറത്തേക്ക് വരുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡും തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ അനുപമയോട് കാവ്യ ഓൾറെഡി അഞ്ജലിയും അർജുനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ എങ്കിൽ പോലും ആ ബന്ധത്തിന് എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്നുള്ള ഒരു കാര്യത്തെ പറ്റി അനുപമയ്ക്ക് അത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനും അമ്പാടിയും കൂടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അനുപമയ്ക്ക് ഏകദേശം ഒരു ബോധ്യം വന്നു എത്രത്തോളം ആണ് ഈ അർജുൻ അഞ്ജലി സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അനുപമ ഇങ്ങനെ സ്വയം സംസാരിക്കുകയാണ്. ഓഹോ, അപ്പോൾ അവൾക്ക് 12 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് അവൻ എങ്ങനെയും ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ, അങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അത് ഈ അനുപമ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയാണ്. അതായത് ഏത് വിധേനയും അർജുൻ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ അത് പൊളിച്ചെടുക്കുമെന്ന രീതിയിലാണ് അനുപമ ചിന്തിക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എപ്പിസോഡിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് വീണ്ടും ഈ കാർത്തിക് നമ്മുടെ ഗോവിന്ദന്റെ മോളെ കാണാനായിട്ട് വരികയാണ്. അവന് വീട്ടിലിരുന്നിട്ട് ഇരിപ്പത്ര ഉറക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അവന് വീണ്ടും സൂക്കേട് കയറിയിട്ട് വീണ്ടും ഗോവിന്ദന്റെ മോളെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. അവൻ പകല് ഒരു അത്ര ധൈര്യത്തോട് കൂടിയിട്ട് ആരെയും കൂസിലില്ലാതെ അവൻ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവളെ ഇങ്ങനെ മുകളിൽ നിന്ന് വിളിക്കുകയാണ്, വാ ഇങ്ങോട്ട് ഇറങ്ങി വാ, എത്ര നേരമായിട്ട് നിന്നെ ഫോൺ വിളിക്കും, നീ എന്താ ഫോൺ എടുക്കാത്ത, അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാർത്തിക് അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് മുകളിൽ നിന്ന് പറയുന്നുണ്ട്, ഇവിടെ അച്ഛനുണ്ട്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, പ്രശ്നമാകും, അങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദന് പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ ഫോണിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതൊരു ഫയലൊക്കെ എടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ ടോക്കൊക്കെ ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറിപ്പോകും കേട്ടോ. ഈ സമയത്ത് മോളാണ് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ കാർത്തികും ഗോവിന്ദന്റെ മോളും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതും ഇതൊക്കെ, നീ എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് പുറത്തേക്ക് പോകാം, നിന്നെ ഞാൻ കൊണ്ടുപോകാം, എനിക്ക് ജാമ്യം റദ്ദാകും, ഞാൻ ജില്ലയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് പോകാം, ജാമ്യം റദ്ദാകുന്നൊരു നിബന്ധനയുണ്ട് ജില്ലയ്ക്ക് പുറത്തേക്ക് പോയില്ല, എന്നാലും സാരമില്ല എന്ന് പറയും. പക്ഷെ ഈ ഒരു നിമിഷത്തെ സത്യം പറഞ്ഞാൽ ഇത് ഗോവിന്ദൻ ഇങ്ങനെ തിരിച്ചു വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവളും ഈ കാർത്തികയും തമ്മിലുള്ള സംസാരം ഗോവിന്ദൻ അവിടെ വെച്ച് കാണും. അപ്പൊ പുള്ളി ആകെ ഷോക്കഡായി പോകും കേട്ടോ. കാർത്തികിനെ പുള്ളി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല അവിടെ, അതും സ്വന്തം മോളുടെ അടുത്തല്ലേ, അതും പത്മ കേസ് പെട്ട് കിടക്കുന്ന ഒരു ക്രിമിനലായ ഒരുത്തൻ സ്വന്തം മോളുടെ അടുത്ത് നിൽക്കുന്നു, സംസാരിക്കുന്നു, പ്രണയം തുളുമ്പി സംസാരിക്കുന്നു അല്ലെ. ഇപ്പൊ അപ്പത്തേനും ഗോവിന്ദൻ അങ്ങ് ഇത് കാണുമ്പത്തേനും കലിപ്പടിക്കും കേട്ടോ. നിന്നെ ഞാൻ കൊണ്ടുപോകാടാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. പിന്നെ അവിടെ കിടന്ന് ഹെവി സീനാണ്. നിനക്ക് പത്മ കേസിൽ നിന്ന് നീ പോലും തല ഊരിയിട്ടില്ല, അപ്പൊ നിനക്ക് നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും വേണം, നിനക്ക് എൻ്റെ മോളെ തന്നെ വേണോ അല്ലേടാന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉന്തും തള്ളും. അതിനിടയിൽ ഗോവിന്ദന്റെ കയറിയിട്ട് കഴുത്തിന് കയറിയിട്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് കാർത്തിക് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടം, എനിക്കുള്ള കല്യാണം കഴിക്കണം, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇത് സ്നേഹമൊന്നുമല്ല, ഇതിന് വേറെ സൂക്കേടെന്നാ പറയേണ്ടത്, പത്മ കേസിൽ ഞങ്ങൾ ഇതെല്ലാം കണ്ടതാടാന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെവി സീനാവും കേട്ടോ. മോളാണ് ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്താ കുഴി പോയി ചാടിയത് ഈ മോള് കാരണം തന്നെയാണ്. എന്താണെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഒരു ഇത്തിരി പോലെ റെസ്പെക്റ്റ് ഇല്ലാതെ ഈ കാർത്തിക് പെരുമാറിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തവും വലിയ കഴുത്തിന് കയറിയിട്ട് പിടിച്ചിട്ട് ഈ കാർത്തിക് ഗോവിന്ദനോട് പറയും, ഇവളെ സ്വന്തമാകാനായിട്ട് നിങ്ങളെ കൊല്ലണേൽ എനിക്കൊരു മടിയില്ല എന്ന് പറയും. അപ്പത്തേനും ഗോവിന്ദൻ പറയും, എന്നാ നീ എന്നെ ആളെ കൊല്ലാനായിട്ട് ആളെ വിടാന്ന് പറയും. അപ്പത്തേനും കാർത്തിക് പറയും, അതിനും എനിക്കൊരു മടിയില്ല, എനിക്കൊരു തടസ്സമായിട്ട് നിങ്ങൾ ആരും ഒന്നല്ല, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസം സീനൊക്കെ ഇറക്കിയിട്ട് കാർത്തിക് തിരിച്ചു പോകും കേട്ടോ.
അപ്പൊ ഗോവിന്ദന്റെ മോളാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കട്ടെ. എന്തിനും ഇനി കരഞ്ഞിട്ട് കാര്യം, ഇതുപോലെ ഒരുത്തിന്റെ കയ്യിൽ കൊണ്ട് പെട്ടുപോയല്ലോ എന്നാണ് നമ്മൾക്ക് ആ നിമിഷം തോന്നുക കേട്ടോ. എന്താണെങ്കിലും ഗോവിന്ദൻ അതിനുശേഷം മോളെ വിളിച്ചുകൊണ്ട് മോളേക്ക് ദേഷ്യത്തോടു കൂടി മോളിലേക്ക് പോകും കേട്ടോ. എന്താണെങ്കിലും പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ കോടതി മുറ്റത്ത് വെച്ച് അഞ്ജലിയും ഹരീന്ദ്രൻ വക്കീലും തമ്മിലുള്ള ഒരു അവസരമാണ് കേട്ടോ. അപ്പോൾ കോടതി കേസുമായി ബന്ധപ്പെട്ട് വേറെ എന്തോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഞ്ജലി വക്കീല് കോടതിയിലാണ് ഉള്ളത്. ഈ സമയത്ത് തന്നെ ഒരു ഫോൺ കോളും വരുന്നുണ്ട് കേട്ടോ ഡോക്ടറെ അടുത്തുനിന്ന്. അതായത് അഞ്ജലിനെ ഒന്ന് കാണണം വളരെ അത്യാവശ്യമായിട്ട്, അപ്പോൾ ഇന്നൊന്ന് കാണാൻ പറ്റുമെന്ന് നമ്മുടെ അച്ഛന് ശിവരാമകൃഷ്ണനെ ചികിത്സിച്ച ഡോക്ടറാണ് ഫോൺ വിളിച്ചത്. അപ്പോൾ ഇന്നൊന്ന് കാണണമെന്നും അഞ്ജലിയോട് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെന്ന് ഡോക്ടർ പറയും കേട്ടോ. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒരു കുറച്ച് ടെൻഷനൊക്കെ അഞ്ജലി ആവുന്നുണ്ട്. പക്ഷെ ശരി ഞാൻ കാണാൻ വരാമെന്ന് ഡോക്ടറോട് പറഞ്ഞ് ഫോൺ വെക്കും. ഈ സമയത്ത് അഞ്ജലി നടന്നു പോകുമ്പോഴാണ് ഈ ഹരീന്ദ്രൻ വക്കീൽ വന്നിട്ട് വട്ടം നിൽക്കുന്ന അഞ്ജലി. അപ്പൊ ചോദിക്കും എന്താണ് വഴി മുടക്കി നിൽക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പം ഹരീന്ദ്രൻ അതും ഇതൊക്കെ പറയും നീ പത്മ കേസിൽ നീ പത്മയെ മുക്കിയത് ഒളിപ്പിച്ചു വെച്ച് നീയാണെന്ന് എനിക്കറിയാം, അതെന്താണ് നിന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയാൻ കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അഞ്ജലി പറയും ഓ അതാണല്ലേ കാര്യം, എനിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോൾ അഞ്ജലി ഒരു കാര്യം കൂടി ഹരീനെ വെല്ലുവിളിച്ചറിയും, പത്മ കേസിൽ അടുത്ത സിറ്റിങ്ങിൽ ഒരു പൊന്നുറുമ്പ് പോലും അറിയാതെ ഞാൻ ഇവിടെ പത്മേനെ ഇവിടെ എത്തിച്ചിരിക്കുന്ന അഞ്ജലി ഹരീന്ദ്രനെ നോക്കി വെല്ലുവിളിക്കും കേട്ടോ. ആ വെല്ലുവിളിയിൽ ഹരി ഒന്ന് ഡൗൺ ആയിപ്പോവും, അങ്ങനെ നിൽക്കും. എന്താണെങ്കിലും ഹരീനെ അവിടെ വെച്ച് നമ്മുടെ അഞ്ജലി വെല്ലുവിളിക്കും, ഞാൻ എന്താണെങ്കിലും അടുത്ത സിറ്റിങ്ങിൽ പത്മയെ എവിടെയാണെങ്കിലും കൊണ്ടുവന്നിരിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യും കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി നടന്നു പോകും കേട്ടോ. അപ്പൊ ഹരി മറ്റുള്ള കൂടുതൽ അസിസ്റ്റൻസിനോട് പറയും നമുക്ക് രാജാജി നഗർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, നമുക്ക് അടുത്ത പരിപാടി അവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. എന്താണെങ്കിലും അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നു കേട്ടോ. പിന്നെ അടുത്ത കാണുന്ന സീൻ എന്ന് പറയുന്നത് നമുക്കറിയാം അഞ്ജലിയുടെ അമ്മ അഞ്ജലിയോട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, ഞാൻ വീണ്ടും നൈറ്റ് കച്ചവടം തുടങ്ങാനായിട്ട് പോവുകയാണ്, അച്ഛൻ്റെ മരുന്നിനുള്ള പൈസയെങ്കിലും ഉണ്ടാക്കണം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഒരു വീട്ടിൽ ചെന്നിട്ട് നൈറ്റ് കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, പുള്ളിക്കാരി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന ചിന്തയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി നൈറ്റ് കച്ചവടം ചെയ്യാനായിട്ട് എന്താ പറയുക വാങ്ങാൻ നിൽക്കുന്നവർ ഇച്ചിരി പൊക്കി അടിച്ചും കുറച്ച് വില കൂട്ടിയിട്ടൊക്കെ വിൽക്കുന്നത്, കാരണം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കാണാം. പൈസ എങ്ങനെയൊന്നും ഉണ്ടാക്കി കുറച്ചെങ്കിലും തന്നെ കൊണ്ടാവുന്നത് ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പാവമാണ് കേട്ടോ പുള്ളിക്കാരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആ വീട്ടിലെ പുള്ളിക്കാരി പറയും ഗൾഫിലേക്ക് ഒരാൾ ആവശ്യമുണ്ട്, ഒരു 6 മാസത്തേക്ക് ഒരു 3 ലക്ഷം രൂപ കൊടുക്കും ഞങ്ങൾ കൊച്ചിനെ നോക്കാനാണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേനും ഈ അമ്മയ്ക്കാണെങ്കിൽ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഗൾഫിൽ സ്വയം പോയിക്കൂടെ എന്നായിരിക്കും പുള്ളിക്കാരി ചിന്തിക്കുന്നത്. 3 ലക്ഷം രൂപ കിട്ടില്ല 6 മാസം പോയി നിന്നാൽ, ഈ 6 മാസം പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കട്ടെ. അപ്പോൾ പുള്ളിക്കാരി 6 മാസമല്ലേ ഉള്ളൂ, 3 ലക്ഷം രൂപ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ അമ്മ ആലോചിക്കുകയാണ് കേട്ടോ. അഞ്ജലിയുടെ അമ്മ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കണം. അപ്പോൾ പുള്ളിക്കാരി മിക്കവാറും അഞ്ജലിയോട് പോയിട്ട് പറയും, ഞാൻ ഗൾഫിൽ പോയിക്കോട്ടെ മോളെ, ഒരു 3 ലക്ഷം രൂപയിലും കിട്ടുമല്ലോ, നമ്മുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കാലോ എന്നൊക്കെ പറയുമായിരിക്കും കേട്ടോ. എന്താണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ സീന. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് ഈ ഗോവിന്ദനും മോളെയും കൊണ്ട് വേഗം നാട് വിട്ടു പോകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നും പഠിത്തം വേറെ ഏതോ ഒരു ദൂര സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളി പ്ലാൻ ഇടുകയാണ്. അതിന് വേഗം സംഭവങ്ങളെല്ലാം ഒരുക്കി റെഡിയാവുകയാണ്. അപ്പോൾ വൈഫ് ഒരു എന്ത് കാര്യം, നിങ്ങൾ എന്താ എന്നോടൊന്നും പറയാത്തേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾ എന്നോടൊന്നും പറയുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയും, ഇപ്പൊ പത്മ കേസ് നിനക്കറിയാലോ, അതുപോലെ നമ്മുടെ മോളെയും കൊണ്ട് നടക്കേണ്ടി വരും, അത് നിനക്ക് കാണണോ? അപ്പോൾ പുള്ളിക്കാരിക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലാകും കേട്ടോ. എന്താണെങ്കിലും മോളെ ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും ഗോവിന്ദൻ മോളെയും കൊണ്ട് നാട് വിടേണ്ട ഒരു അവസ്ഥ ഈ കാർത്തിക് കാരണം വരികയാണ് കേട്ടോ. പുള്ളി മോളെയും കൊണ്ട് നാട് വിടാനായിട്ട് പോവുകയാണ്. നാട് വിടാൻ ഉദ്ദേശിച്ചത് മോളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പുള്ളി പ്ലാൻ ഇടുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഈ ദുഷ്ടന്റെ അടുത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം അല്ലേ. എന്താണെങ്കിലും അതങ്ങനെ തന്നെ നടക്കട്ടെ, ഇല്ലെങ്കിൽ ഈ ചതിയന്റെ കുഴിയിൽ പോയിട്ട് മോള് പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ രാത്രിയിൽ പ്രൊമോ റിവ്യൂമായി വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ.